ശ്രീ ജിജോ തോമസ്, റിപ്പോ നിരക്ക് കുറഞ്ഞതിനെ തുടർന്ന് വായ്പ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ വായ്പ എടുക്കേണ്ടവരല്ല, ഇപ്പൊ നിലവിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ അത് അഫക്റ്റ് അല്ലെങ്കിൽ ഗുണം കിട്ടുക. ഇപ്പൊ വായ്പ എടുക്കേണ്ടത് തീർച്ചയായിട്ടും വായ്പ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക്, ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് റിപ്പോ റേറ്റിന്റെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ റിപ്പോ റേറ്റ് കുറഞ്ഞതിന്റെ പേരിൽ എല്ലാവർക്കും ഗുണം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുണം കിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തവർക്ക് ഗുണം കിട്ടില്ല. കാരണം ഇപ്പൊ വാണിജ്യ ബാങ്കുകൾക്കാണ് കൂടുതൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ NBFCകളെ പോലുള്ള സ്ഥാപനങ്ങൾക്കൊന്നും ഇത് റിപ്പോ റേറ്റ് കുറയുന്നതനുസരിച്ചിട്ട് അത് പാസ് ഓൺ ചെയ്തോണ്ട് നിർബന്ധമില്ല. പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ നമുക്കിപ്പോ വാണിജ്യ ബാങ്കുകൾ റേറ്റ് കുറയ്ക്കുമ്പോൾ മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളും റേറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഫിക്സഡ് റേറ്റ് ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് കിട്ടാതിരിക്കാം.